So guys, once again let's talk about the Avradham units of MRC gang. അയ്യോ എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് രണ്ട് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. ആ രണ്ട് പാട്ടുകൾ കുഴലൂതും പൂത്തിങ്കളെ. ഇനി രണ്ടാമത്തെ പാട്ട് ഓടക്കുഴൽ വിളി കേട്ടോ. ഈ രണ്ട് പാട്ടുകൾ ഇവന്മാർക്ക് മാത്രം വേണ്ടി മാത്രം സെപ്പറേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടുന്ന പാട്ടുകളാണ് സുഹൃത്തുക്കളെ. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി തരണം കേട്ടോ. ഈ സംഭവം ഇവരുടെ ഈ ഒരു അപരാധ യൂണിറ്റ്സ് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തീയും പൊക്കെ ഇങ്ങനെ കെട്ടടങ്ങി ഏകദേശം സൈഡായിട്ട് പോയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാനെ കൊണ്ട് ഷമീർ തയ്യാറാവുന്നില്ല സുഹൃത്തുക്കളെ. കാര്യം ഷമീർ ഈ തൊപ്പിയായിട്ടായിരുന്നു ആദ്യം പ്രശ്നം എന്നുണ്ടെങ്കിൽ പിന്നീട് ഇവൻ തൊപ്പി വീസസ് ഷമീർ എന്നുള്ളത് മാറിയിട്ട് തൊപ്പി വീസസ് സീക്രട്ട് ഏജന്റ്, തൊപ്പി വീസസ് ലൈഫ് ഓഫ് അനന്തു എന്നുള്ള നിലയിലിട്ട് ഇപ്പൊ ഷമീർ ഈ ഒരു സംഭവത്തിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ഈ ഒരു വിഷയത്തെ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ആണെങ്കിലും തൊപ്പി ഒരു വിഷയങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ആണെങ്കിൽ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് തൊപ്പിയുടെ വിഷയം തന്നെ ന്യൂസിലൊക്കെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മുമ്പ് ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷമീർ ഡ്രഗ് ടെസ്റ്റിന്റെ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും അവൻ പോയി ചെയ്യാനെ കൊണ്ടുള്ള മനസ്സ് കാണിച്ചില്ല, വളരെ നല്ലതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതിനകത്തും കള്ളത്തരം കാണിക്കായിരുന്നു സുഹൃത്തുക്കളെ. എനിക്കറിയാം നിനക്ക് ഞാനെന്താ ചെണ്ടേ ഒരു ഭാഗത്ത് നീ മറ്റൊരു അരുൺ സാറ് ചിത്രരോഗി. കാര്യം വെച്ചാൽ ഇവൻ ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടാണെങ്കിൽ ആദ്യം ഇത് ആർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കണം, സെക്രട്ടറി ആയിട്ട് കൊടുക്കണം, അവർക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ സായിച്ചേട്ടൻ ഇവൻ അയച്ചു കൊടുക്കുകയും പിന്നീട് സായിച്ചേട്ടൻ അയച്ചു കൊടുക്കുന്നൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സായിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഈ അയച്ചേക്കുന്ന സാധനം അല്ലെങ്കിൽ കാണിച്ചിട്ട് സാധനത്തിൽ ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് ഫേക്ക് ആണെന്നുള്ള സാധനം സായിച്ചേട്ടൻ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്? കാരണം അതിനകത്ത് ഒരെണ്ണം നമ്മുടെ പഞ്ചാബിന്റെയാണ് ഇത് സാധനം ഇതിങ്ങനെ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനത് ഫേക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ കാണിച്ചായിരുന്നു ആദ്യം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. തൂക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവൻ രണ്ടാമത് പോയിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് എടുത്തിട്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും സായിച്ചേട്ടൻ വന്ന് തൂക്കിയടാ ഇങ്ങനെയൊന്നും അല്ല ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചടിച്ച് അണ്ണാക്കിലടിച്ച് ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷമീറിന്. എന്തുവാണത്? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. ഞാൻ സാറ് പറഞ്ഞ എൻ്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി തോക്കും ഒക്കെ ഇതാക്കി നിന്നതാ. കഷ്ടാലെന്ന് തോന്നുന്നു സാറേ. അപ്പം സായിച്ചേട്ടനായിട്ട് സീക്രട്ട് ഏജന്റായിട്ട് നമ്മള് അത് ചെറിയൊരു തെറ്റിദ്ധാരണ പറ്റി പോയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട്. ഇവൻ വലിയ വെല്ലുവിളിയാണ് നടത്തിയത്. ഓക്കെ സീക്രട്ട് ഏജന്റ് അങ്ങനെയാണോ മറ്റേത് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സായിച്ചേട്ടൻ പറഞ്ഞു. അതിന്റെ തൊട്ട് പുറകെ തന്നെ ലൈഫ് ഓഫ് അനന്തപുരത്തിന്റെ അടുത്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. സായിച്ചേട്ടൻ പറഞ്ഞു. അതിന്റെ തൊട്ട് പുറകെ തന്നെ ലൈഫ് ഓഫ് അനന്തപുരത്തിന്റെ അടുത്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ റീസെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ തൊട്ടപ്പുറത്ത് കിക്കിക്കാരനാണ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവങ്ങൾ ഫസ്റ്റ് പറയാനുള്ളത് പുറത്തുവിട്ടേ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ അവസാനം ലൈഫ് ഓഫ് അനന്തപുരം ആണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തുവാണ് ഇതൊക്കെ? പ്രശ്നമാവോ? പ്രസിഡന്റ് തൽക്കാലം വിശദീകരണ യോഗത്തില് വലിയ വിശദീകരണമൊന്നും കൊടുക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാ ചെയ്യാൻ നോക്കുന്നു. ഞാനും ഒന്ന് ആലോചിക്കട്ടാ നിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കഥകളൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞ കഥകൾ അവന്റെ ഇതാക്കി പോയി. ആര്യ അവളെ എക്സ് ഈ തൊപ്പിയാണ് പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞു. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷലാണ്. ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ബൈക്ക് ഓക്കെ തൊപ്പിയും ഫസ്മിനും തെറ്റാനുള്ളതും ഈ ഫസ്മിനെ മാറിപ്പോയി ഒരു ഡിപ്രഷൻ അടിച്ച് കുറെ കാലം ഇരുന്നതും ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങി ഇവരുടെ വിഷയങ്ങൾ നടന്ന സമയത്ത് ഫസ്മിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഫസി ആ കാര്യങ്ങളൊന്നും തുറന്ന് വിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഇല്ലല്ലോ ഇവൻ എന്നോട് പറഞ്ഞൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പഴയ നെക്സ്റ്റ് സോളം എടുപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. ഫസ്മിന ഈ ബൈക്ക് കഥ ഫോണിൽ ഇങ്ങനെ തിരിഞ്ഞ് കട്ടിനുള്ളിൽ തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. മേ ബി ഫോണിലായിരിക്കാം അല്ലെങ്കിൽ ലല്ലുനോട് തന്നെ ആയിരിക്കാം. ഈ ബൈക്ക് കഥ പറയുന്നതിൽ ഒരു ക്യാരക്ടർ നീയാ ഷമീർ, മനസ്സിലായ? ഒന്ന് തൊപ്പി. എന്നിട്ട് ആ വീഡിയോ ഒരു വൺ ടൈം എനിക്ക് ഈ ലല്ലു അയച്ചു. അപ്പൊ അവന്റെ ആ വീഡിയോ ഉണ്ട്. അവനാ കക്കാ മേലിൽ നമ്മളെ മുമ്പ് കണ്ടുപോരുത്.
പഠിക്കുന്നില്ല ഈ നാട്ടിന്ന് ഇരുട്ട് മുമ്പ് പൊക്കോളണം, അല്ലെങ്കിൽ എന്റെ മയ്യത്ത് നമ്മളെ കൈ കൊണ്ടായിരിക്കും. കേറിപ്പോ എല്ലാത്ത്. എനിക്കിതിലേക്ക് തൊപ്പിനെ വലിച്ചിടാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനോ ഫസ്മിൻ എന്നോട് പറഞ്ഞിട്ടില്ല. ലല്ലൂബിയാണ് എന്നോട് ഈ കഥ പറയുന്നത്. മനസ്സിലായില്ല? ഫസ്മിനെ തെറ്റാനുള്ള കാരണം ആ വീട്ടിനകത്ത് കല്ലും പുല്ലും വലിച്ച് പരസ്പരം ആരാ എന്താന്നുള്ള ബോധവും ബുദ്ധിയില്ലാതെ തമ്മിൽ ഇത് ഉമ്മിക്കളിച്ച് നടക്കലാന്നുള്ളത്. നിങ്ങൾക്കൊക്കെ എന്നെ സംശയമായിരുന്നല്ലോ. ഈ പൂമാല ഗ്രാമത്തിലെ ഒരേ ഒരു മുതലാളിയായി ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമത്തിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് തൊപ്പി പറ, വലിച്ചിടരുത്, ചീന്തി കീറും ഞാൻ എല്ലാത്തിനും. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ ബൈ.